എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2025 നമ്മളെ വിട്ട് കടന്നു പോകാനായിട്ട് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ 2026 സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 2025 നമുക്ക് അനുഗ്രഹമായിരുന്നു. ഒരുപക്ഷേ പല കുടുംബങ്ങളിലും ഈ 2025 രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അതുപോലെ വേർപാടിൻ്റെ ദുഃഖം ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നിരാശ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതാണ് നമ്മുടെ വലിയ സാക്ഷ്യം. ഈ 2026 നമ്മളെ കാത്തിരിക്കുന്നത് അത് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈബിളിൽ ഒരു വാക്യം എങ്ങനെ പറയുന്നു? ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 11. For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and a future. നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതികളും ഉണ്ട്. വിശ്വസിക്കുക. 2026 നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. 2025 ദൈവമാണ് നമ്മളെ നയിച്ചത്, നമ്മളെ വഴി നടത്തിയത്. ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ, നമ്മുടെ അയൽക്കാരെ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർ, നമ്മളൊപ്പം പഠിക്കുന്നവർ, അതുപോലെ നമുക്കുമായിട്ട് റിലേഷനുള്ളവർ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ പുതുവത്സരം നേരുന്നു. ഈ വേദവാക്യം മറന്നു പോകരുത്. ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 11. For I know the plans I have for you, declares the Lord. അപ്പോൾ നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. നിരാശപ്പെടരുത്. ഒരുപക്ഷെ ചില വിജയങ്ങളൊക്കെ വളരെ വൈകി മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ. അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവം നിറവേറ്റിത്തരും. അതുപോലെ പ്രത്യാശയുള്ളവരായിരിക്കുക. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുക. അപ്പം 2025 നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ പ്രാർത്ഥനയോടുകൂടി 2026 നമുക്ക് സ്വീകരിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ ചാനൽ കാണുകയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.